അനന്തൻ, ഇന്ന് ADGP അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്ന നിലവിളി ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന്, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാനചലനം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഏതാണ്ട് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. മധു, അങ്ങനെ ഒരു സ്ഥാനചലനം ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പുവരുത്തിയോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം നമുക്കറിയാം, ഈ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ തുടങ്ങിയ ഓരോ ഘട്ടത്തിലും ആദ്യം ഉണ്ടാകുന്ന ആവശ്യം ADGP MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യമാണ്. ആദ്യം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണവും അതിനുശേഷം പിന്നീട് RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദവും പിന്നീട് അതുമായി വന്ന തുടർ അന്വേഷണങ്ങളും ഒക്കെ വരുമ്പോഴും ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ഒരു നിലപാടാണ് പ്രതിപക്ഷവും ഇടതുമുന്നണിയിലെ ചില ഘടകകക്ഷികളും അടക്കം ഉന്നയിക്കപ്പെട്ടത്. അപ്പോഴും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി തൽക്കാലം മാറ്റില്ല, അങ്ങനെ ഒരു മാറ്റേണ്ട ആവശ്യം ഇപ്പോഴില്ല എന്നാണ് പറഞ്ഞത്. എങ്കിലും മാറ്റില്ല എന്ന് തറപ്പിച്ച് മുഖ്യമന്ത്രി പറയുന്നുമില്ല. അദ്ദേഹം വിശദീകരിച്ചത് ADGP MR അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്, ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ്. ഏതായാലും ആ അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ അതിനനുസരിച്ചാകും ADGPക്കെതിരെയുള്ള ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിശദീകരണം, എന്തിനാണ് ADGP RSS നേതാക്കളെ കണ്ടത് എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇപ്പോഴും എനിക്ക് വേണ്ടി പോയിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ADGP എന്തിനാണ് ആ സ്ഥാനത്തിരുന്നുകൊണ്ട് RSS നേതാക്കളെ കണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം വന്നിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 3 കാര്യങ്ങളിലാണ് ADGPക്ക് ഇത് ഈ ADGPയുടെ RSS നേതാക്കളുമായുള്ള സന്ദർശനം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ നടന്ന ഒന്നല്ല. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇന്റലിജൻസ് അടക്കം സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിന് മുന്നിൽ 1 വർഷക്കാലം മുമ്പ് തന്നെ ആ വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഇനി ഒരു 6 മാസക്കാലം എടുത്തുള്ള അന്വേഷണത്തിന് ശേഷം മാത്രം, ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എന്ന് പറയുന്നത് ഒരു വിവാദം നീക്കിവെക്കൽ മാത്രമല്ലേ? തീർച്ചയായിട്ടും അത് ഇടതുമുന്നണിയിൽ അടക്കം ADGPയെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചപ്പോഴും മുഖ്യമന്ത്രി ധൃതി പിടിച്ച് ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം എന്തുകൊണ്ടാണ് നേരത്തെ രാജുവേട്ടൻ പറഞ്ഞതുപോലെ വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ആരോപണം വന്നു, തക്കനെ മാറ്റി അന്വേഷണത്തിലേക്ക് പോയി, പിന്നീട് അദ്ദേഹം കുറേ കാലം പോസ്റ്റിംഗ് ഇല്ലാതെ നിന്നു. പക്ഷേ ഈ ആരോപണങ്ങൾ വരുമ്പോൾ ADGPക്കെതിരെ ഒരു പെട്ടെന്നുള്ള അന്വേഷണം, ആദ്യം പ്രഖ്യാപിച്ചത് DGP തലത്തിലുള്ള അന്വേഷണമാണ്. ആ അന്വേഷണം പോലും 1 മാസത്തെ സാവകാശമാണ് കൊടുത്തത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ADGPയോട് നടപടിയിൽ സംശയമുണ്ടെങ്കിൽ ഉടനടി അന്വേഷണം ആവശ്യപ്പെട്ട ഒരു പ്രാഥമിക റിപ്പോർട്ടെങ്കിലും ചോദിക്കാമായിരുന്നു. പക്ഷേ അവിടെയും 1 മാസത്തെ സമയം അനുവദിക്കുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ 6 മാസത്തെ സമയം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പിന്നീട് നടക്കുന്ന ഒരു അന്വേഷണം മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് അത് എന്ന് തീരുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഒരു സാവകാശം എന്തായാലും, അപ്പോൾ അത്രയും കാലം റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു നിൽക്കാം. അപ്പോഴും നടപടി ഉണ്ടാകില്ല എന്ന് തീർത്ത് മുഖ്യമന്ത്രി പറയുന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയേണ്ട കാര്യം, ADGPയെ സംരക്ഷിക്കാൻ അദ്ദേഹം എടുത്ത നിലപാട്, അത് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറും രതീഷുമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി വി അൻവറിനെ സംശയനിഴലിൽ നിർത്തുന്നത് തന്നെയാണ്. കാരണം പോലീസിന്റെ മനോവീര്യം തകർക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ADGPയുടെ മനോവീര്യം തകർക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം പി വി അൻവറിന്റെ ആരോപണങ്ങളിലെ ലക്ഷ്യസ്ഥാനത്ത് ADGP MR അജിത് കുമാർ തന്നെയായിരുന്നു. അതിനെന്തുകൊണ്ടാണ് അതിന്റെ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനോവീര്യം തകർക്കരുതെന്ന് പറയുന്നതിന്റെ വിശദീകരണവും അദ്ദേഹം നൽകിയത് മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത്, കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ കരിപ്പൂർ വിമാനത്താവളം വഴി വ്യാപകമായി സ്വർണ്ണക്കടത്ത് നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് മലപ്പുറം കേന്ദ്രീകരിച്ച് സ്വർണം പോലീസ് പിടിക്കുന്നു. അതിൽ ചിലർ അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥതയിൽ നിന്നുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു സംശയമാണ് മുഖ്യമന്ത്രി അവിടെ എടുത്തു വെക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ADGPയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംസാരിച്ചൊരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ്. അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധ. ADGP RSS നേതാക്കളെ കണ്ടത് എൻ്റെ ഇടനിലക്കാരനായിട്ടാണ് എന്നാണല്ലോ നിങ്ങൾ പലരും പറയാൻ വേണ്ടി ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതാണല്ലോ ഈ പറയുന്ന കാര്യം. പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ നിന്നേ ഉള്ളൂ. അതുകൊട്ടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോലീസുകാരെ പലതരം ഇടനിലകൾക്കായി ഉപയോഗിച്ചതിൻ്റെ മുൻകാല അനുഭവം വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക. ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും. അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവും. ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അത് കാര്യം വ്യക്താക്കട്ടെ.
ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തു നിന്നും ഒഴിവാക്കില്ല. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും. ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തു നിന്നും ഒഴിവാക്കില്ല.